നമസ്കാരം. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിക്ഷച്ചട്ടിയെടുത്ത് പ്രതിഷേധിച്ച ഇടുക്കി അടിമാലി 200 ഏക്കർ സ്വദേശി മറിയക്കുട്ടിക്ക് വീടൊരുക്കി KPCC. ഈ മാസം 12-ന് KPCC അധ്യക്ഷൻ K സുധാകരൻ വീടിന്റെ താക്കോൽ കൈമാറും. 650 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് KPCC മറിയക്കുട്ടിക്കായി നിർമ്മിച്ചത്. ജനുവരിയിലാണ് വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2 ബെഡ്റൂമും അടുക്കളയും ശുചിമുറിയും ഉൾപ്പെടെ വീട്ടിലുണ്ട്. വീടിന് ചുറ്റുമതിലും നിർമ്മിച്ചിട്ടുണ്ട്. അന്നം മുട്ടിച്ച സർക്കാരിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ CPM മറിയക്കുട്ടിയുടെ ജീവിതം വഴിമുട്ടിച്ചപ്പോൾ ചേർത്ത് പിടിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചതെന്ന് K സുധാകരൻ പറഞ്ഞു. മറിയക്കുട്ടി ചേട്ടത്തി ഒരു പ്രതീകമാണ്. CPM എന്ന ക്രിമിനൽ പാർട്ടിയാൽ വേട്ടയാടപ്പെടുന്ന സാധാരണക്കാരന്റെ പ്രതീകം. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കോൺഗ്രസ് കൊണ്ടുവന്നത് തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അവകാശമായാണ്. എന്നാൽ പെൻഷൻ അവകാശമല്ല, ഔദാര്യമാണ് എന്നാണ് വിജയന്റെ സർക്കാർ കോടതിയിൽ പ്രഖ്യാപിച്ചതെന്നും K സുധാകരൻ കുറ്റപ്പെടുത്തി. ഇത്തരം പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, പെൻഷൻ ചോദിച്ച് ഇറങ്ങിയ മറിയക്കുട്ടി ചേട്ടത്തെ പോലെയുള്ള പാവങ്ങളെ വ്യാജ പ്രചാരണം നടത്തി അങ്ങേയറ്റം നാണം കെടുത്തുകയും ചെയ്തു CPM ഈ വന്ധ്യ വയോധികയെ പറ്റി നവമാധ്യമങ്ങളിൽ അശ്ലീല കഥകൾ മെനഞ്ഞു. അവരെ അതിസമ്പന്നയായി ചിത്രീകരിച്ചു. അന്നം മുട്ടിച്ച സർക്കാരിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ CPM അവരുടെ ജീവിതം വഴിമുട്ടിച്ചപ്പോൾ ചേർത്ത് പിടിക്കാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ വീട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. വെറും വാക്കുകൾ പറയുന്ന പ്രസ്ഥാനമല്ല, പാവപ്പെട്ടവന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ ഹൃദയ വികാരമാണ് കോൺഗ്രസ് എന്നും K സുധാകരൻ പറഞ്ഞു. വീട് പണിത് നൽകിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മറിയക്കുട്ടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. സുധാകരൻ സാറാണ് താക്കോൽ തരുന്നത്. VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കം എല്ലാവരുടെയും സഹായമുണ്ട്. സുധാകരൻ സാറാണ് മെയിൻ ആള്. എല്ലാവിധ സൗകര്യത്തോടെ നല്ല രീതിയിലാണ് വീട് പണിതിരിക്കുന്നതെന്നും മറിയക്കുട്ടി പറഞ്ഞു. അടിത്തറ തുടങ്ങി അടിപൊളിയായിട്ടാണ് പണിതത്. ഒരു വീട് വേണമെന്ന ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഗ്രാമസഭയിൽ അപേക്ഷ നൽകി വീട് അനുവദിച്ചെങ്കിലും പിന്നീട് തരില്ലെന്നും കോൺഗ്രസുകാർ പണിത് തരട്ടെ എന്നും പറഞ്ഞു. പെട്ടെന്നാണ് വീട് പണി തീർന്നത്. താക്കോൽ 12-ന് കൈമാറുമെങ്കിലും കയറി താമസിക്കുന്നത് ചിങ്ങത്തിലാണ്. 6 മാസത്തെ പെൻഷൻ കിട്ടാനുണ്ടെന്നും മറിയക്കുട്ടി വ്യക്തമാക്കി. അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.